അസ്സലാമു അലൈക്കും. എത്രയും ബഹുമാനം നിറഞ്ഞ അഭിവന്ദരായിട്ടുള്ള പണ്ഡിതരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ സ്റ്റേജിലുണ്ട്. അതേപോലെ തന്നെ പ്രായത്തിൽ മുതിർന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വല്യപ്പമാർ, വല്യമ്മമാർ, അതേപോലെ തന്നെ സഹോദരങ്ങൾ ഒരുപാട് പേര് ഈ സദസ്സിലുണ്ട്. ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാര്യം അതൊരു സുദീർഘമായൊരു പ്രസംഗത്തിലേക്ക് നീങ്ങും എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് ഞാൻ മുതിരുന്നില്ല. അൽഹംദുലില്ലാ. കാര്യം ഒരു 6 മാസത്തോളമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പിന്നണി, അതായത് ബാക്ക് സ്റ്റേജ് വർക്ക് നമ്മളിത് നടക്കുന്നുണ്ട്. ഏകദേശം നവംബർ മാസം തൊട്ട് ഈ ഒരു ദിവസം, അതിൻ്റെ ഇന്നലെ രാത്രി വരെ ഇതിൻ്റെ പിറകിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് പ്രായഭേദമന്യേ, കുടുംബഭേദമന്യേ എല്ലാവരും പരസ്പരം തോളോട് തോൾ ചേർന്ന് നിന്ന് സഹകരിച്ച ഒരുപാട് നല്ലവരായ വ്യക്തിത്വങ്ങൾ. കാര്യം ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം ഇത് മുമ്പിലേക്ക് വെക്കുന്നത് ബഹുമാനപ്പെട്ട കുക്കങ്കൈ സൂപ്പി വലിപ്പാട് കുടുംബത്തിൽപ്പെട്ട മുഹമ്മദ് സൂഫി കുക്കങ്കയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് ഞങ്ങൾ വിദേശത്തായിരുന്ന പലരെയും അദ്ദേഹം കോണ്ടാക്റ്റ് ചെയ്യുന്നത്. കാര്യം ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുതിയൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് സാഹചര്യങ്ങളുള്ള ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾക്ക് ആൾക്കാരെ കൂട്ടിയെടുക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. കാര്യം നമ്മൾ ഏത് വിധേനയും ഒന്ന് വാട്സപ്പിലൂടെ കോണ്ടാക്റ്റ് ചെയ്താലും മൊത്തം ലിസ്റ്റ് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഇത് എടുക്കുക, ഏത് അടിസ്ഥാനത്തിൽ തുടങ്ങുക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം തുടക്കത്തിൽ തന്നെ 4 വല്യപ്പ, അതായത് ഏവന്തൂർ കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന മഹാനായ അദ്ദേഹത്തിൻ്റെ കബറിടം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പിന്നണിയാണ് നമ്മളെല്ലാവരും ഉണ്ടായത്. ആ വല്യപ്പയുടെ 4 മക്കൾ, അതായത് ഏവന്തൂർ ഹസൈനാറാജി, മൈനാടി പള്ളിക്കുഞ്ഞി, ചാലിക്കര മൊയ്തീൻ, കുക്കങ്കൈ സൂപ്പി വലിപ്പ, ഈ 4 വല്യപ്പമാരിൽ നിന്നാണ് ഇന്ന് കാണുന്ന നമ്മുടെ ഈ ഒരു കുടുംബ പരമ്പര ഉണ്ടായത്. ആ 4 വല്യപ്പമാർക്ക് ഒരു പെങ്ങളും കൂടിയുണ്ട്. ആ പെങ്ങളുടെ കൊച്ചുമകൻ ഇന്നിവിടെ എത്തിയിട്ടുമുണ്ട്, അൽഹംദുലില്ലാ. കാര്യം നമ്മൾ അത്രയും വലിയൊരു ഫാമിലീനെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പം ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് അതിനെ എല്ലാ തരത്തിലും നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് ഏത് തരത്തിൽ വേണമെങ്കിലും ഞങ്ങൾ ഏത് സമയത്തും റെഡിയാണ് എന്ന നമ്മളെ തലമുതിർന്ന വല്യപ്പമാരുടെ പ്രായത്തിലുള്ള ആൾക്കാർ മുന്നിട്ടിറങ്ങിയപ്പോൾ ഞങ്ങളുടെ എല്ലാ ഭയവും അവിടുന്ന് മാറി എന്നുള്ളതാണ്. പിന്നെ ആ അടിസ്ഥാനത്തിൽ ഞാൻ വരുന്നത് മൈനാടി പള്ളി കുഞ്ഞഹമ്മദ് വല്യപ്പാൻ്റെ 2ാമത്തെ മകൻ മൈനാടി പള്ളിക്കുഞ്ഞ് വല്യപ്പാൻ്റെ തലമുറയിലാണ് ഞാൻ പെടുന്നത്. അതായത് മൈനാടി പള്ളിക്കുഞ്ഞ് വല്യപ്പാക്ക് മൊത്തം 9 മക്കളാണ്. അവരിൽ 3 ആൺമക്കളും 6 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. ആ 3 ആൺമക്കളും ഇന്നും മൈനാടിയിൽ തന്നെയാണ് ഉള്ളത്. അതായത് കുഞ്ഞഹമ്മദ് ഹാജി, ഹസൈനാർ ഹാജി, കുഞ്ഞഹസൻ ഹാജി, ഈ 3 പേരും മൈനാടിയിൽ തന്നെ തറവാടും കാര്യങ്ങളായി സ്ഥിരതാമസമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പെൺമക്കളെ കല്യാണം കഴിച്ചു പോയപ്പോൾ ആ തലമുറയിലുള്ളവർ ആ ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അതിൽ വരുന്നത് നമ്മുടെ ഏറ്റവും വലിയ വല്യമ്മ എന്ന് പറയുന്നത് പള്ളങ്കോട് മീത്തലടി മറിയമ്മ. അവരുടെ മക്കളും കാര്യങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് അവർ പള്ളങ്കോട് ബേസ് ചെയ്ത് താമസിക്കുന്ന അതിൻ്റെ പല തലമുറകളായി ഇന്ന് നിലനിന്ന് പോകുന്നുണ്ട്. അടുത്തതായി ബി ഫാത്തിമ ബേപ്പുങ്കാൽ, നമ്മുടെ കൊറ്റുമ്പ മൈനാടി ഭാഗത്ത് തന്നെയുള്ള ബേപ്പുങ്കാൽ ഏരിയയിൽ താമസം, ബാക്കി മക്കൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ബേപ്പുങ്കാലിലാണ് നമ്മുടെ ബി ഫാത്തിമ ബേപ്പുങ്കാൽ വല്യമ്മ വരുന്നത്. അതിനുശേഷമാണ് കുഞ്ഞലിമ കല്ലുകോട്ട,
കൊറ്റുമ്പയിൽ തന്നെയുള്ള കല്ലുകോട്ട ഫാമിലിയിലുള്ള കുഞ്ഞലീമ, അവരുടെ മക്കൾ ബാക്കി സന്താന പരമ്പരകളൊക്കെ ആയിട്ട് കല്ലുകോട്ടയിൽ തന്നെയുണ്ട്. അവരുടെ പെൺമക്കൾ പല ഭാഗത്തായി കല്യാണം കഴിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷം ഖദീജ കർന്നൂർ വല്ലിമ, ഈ കർന്നൂർ വല്ലിമയിൽ തന്നെ വീണ്ടും ഒരു കല്യാണം കൂടി മൈനാടിക്കകത്ത് തന്നെ നടന്നു. അതായത് ഈ വല്ലിമാനെ കല്യാണം കഴിച്ചു കൊണ്ടുപോയതിന് ശേഷം അവരുടെ മകൻ കർന്നൂറ് ഒരു മകൻ ഈ പറയുന്ന മൈനാടി പള്ളിക്കുഞ്ഞിയുടെ മകൻ അഹമ്മദാജിയുടെ മകളെ കല്യാണം കഴിച്ച അങ്ങനൊരു. അസ്സലാമു അലൈക്കും. നമ്മൾ പറഞ്ഞ വല്യുമാൻ്റെ ആ കൊച്ചുമകനാണ് ഇവിടെ ഉള്ളത്, ഈ പറഞ്ഞ നമ്മുടെ പെങ്ങളപുള്ളി. അദ്ദേഹം 2 വാക്ക് നമുക്ക് വേണ്ടി സംസാരിക്കും. ഈ പ്രതികൂല സാഹചര്യത്തിലും ബഹുമാനപ്പെട്ട ഈ വല്യപ്പ നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം 2 വാക്ക് നമുക്ക് വേണ്ടി സംസാരിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഇങ്ങനൊരു കുടുംബത്തിൻ്റെ ഇതുണ്ടെന്ന് എത്രയോ കാലം കഴിഞ്ഞ ശേഷം ഇങ്ങനെ അറിഞ്ഞ്, അതുകൊണ്ട് ഞങ്ങൾ വന്നത്. നമ്മളെല്ലാവരും ഇല്ല ഇന്നിപ്പോൾ. ഞാനും എൻ്റെ ചെറിയ 2 പെമ്മങ്ങാറും ഉണ്ട്. എൻ്റെ ഉമ്മാൻ്റെ പേര് ഉമ്മാലീമ, ഉമ്മാൻ്റെ പേര് ആയിഷാന്ന്. അമ്പട്ടൊക്കെ അയച്ചു ഞാൻ വിളിക്കല്. എൻ്റെ പേര് അബ്ദുല്ലാന്ന്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. എനിക്ക് കുറച്ച് സമയം പെയ്തതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നു. നിങ്ങളെല്ലാവരും എനിക്കും വേണ്ടി ദുആയിരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഇങ്ങനെയുള്ള കൂടാനും ഇതിനെല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ വല്യുപ്പാക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും സർവശക്തനായ അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി നമ്മുടെ ഈ മൈനാടി പള്ളിക്കുഞ്ഞി വല്ലിപ്പാല് വരുന്ന മകളാണ് ഈശ്വരമംഗലയിൽ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ള ഐസമ്മ ഈശ്വരങ്കള. അവർ ഈശ്വരമംഗലയിൽ സ്ഥിരതാമസമാക്കി, മക്കളും ബാക്കി എല്ലാവരും ആ മുഖേന ജീവിച്ചു പോകുന്നു. പിന്നെ ഊജമ്പാടി വല്യമ്മയാണ്. അപ്പോൾ ഊജമ്പാടി വല്യമ്മ, ഊജമ്പാടിയിലുള്ള വല്യമ്മ, ആ ഭാഗത്തുള്ള ആൺമക്കളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരിൽ പലരും, മക്കളിൽ പലരും ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവരുടെ പിൻതലമുറക്കാർ പലരും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് എല്ലാം അറിഞ്ഞു മനസ്സിലാക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പള്ളിക്കുഞ്ഞി വല്ലിപ്പാൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ വളരെയധികം പ്രതികൂലമായ ഒരു സാഹചര്യമായിരുന്നു നമ്മൾക്കുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണക്കൂട്ടി ഈ മഴയ്ക്ക് ആരെങ്കിലും എല്ലാം വരുമോ, എന്താവും സംഭവം എന്നുള്ളത്. പക്ഷേ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് തന്നെ സർവശക്തനായ നാഥൻ്റെ ആ ഒരു വിളി ഇവിടെ എത്തിയതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടാനുണ്ടായ, അല്ലെങ്കിലും ഈ 6 മാസം നമ്മളെടുത്ത എഫേർട്ടിൻ്റെ എല്ലാവിധ റിസൾട്ടും നമുക്കിന്നിവിടെ കാണുന്നു എന്നുള്ളതാണ്. കാര്യം ഇതൊന്നും കാര്യമാക്കാതെ ബസ് കയറി വന്ന്, ഓട്ടോ കയറി വന്ന്, ബസ്സിലും കാറിലും റിക്ഷയിലും ഒക്കെ ഓടി എത്തിയിട്ടുണ്ട്. അപ്പം അതിലൊക്കെ കാണുന്ന ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏവന്തൂർ ലെഗസി എന്ന് പറയുന്ന ആ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ പ്രതാപത്തിൻ്റെ നിലനിർത്തിക്കൊണ്ട് ഞാനും കൂടെ ഇതിൻ്റെ ഭാഗമാവണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം കൂടി തന്നെയാണ്. കാര്യം ഏറ്റവും കൂടുതൽ നമുക്ക് പറയേണ്ടത് പ്രായമായിട്ടുള്ള പലരും, ഞങ്ങൾ രജിസ്ട്രേഷൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രായത്തിൽ മുതിർന്ന പലരും ആ മഴ കൂട്ടാക്കാതെ വന്ന് ആദ്യത്തെ നിരയിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു തആല നമ്മുടെ പ്രായത്തിൽ മുതിർന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും സമ്പത്തും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പുതിയ ഒരു ജനറേഷനിൽ നമ്മളിപ്പോൾ ഏകദേശം 7-8, എനിക്ക് തോന്നുന്നത് 7 തലമുറ കൺഫേമാണ്. 7 തലമുറയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ആ 7 തലമുറ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം. അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെ ആ മഹിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൂടുതൽ ഞാൻ എന്തിനു പറയണം, ഇന്നലെ നമ്മുടെ നടന്ന ആ ഒരു വാർത്ത നമ്മുടെ മീഡിയ പ്രസൻറ്റേഷനൊക്കെ കണ്ട് ഇങ്ങോട്ട് വിളിച്ച് പല ഭാഗത്തുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും കുടുംബത്തിൽപ്പെടുന്നവരാണ്, ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത്. അതിന് വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഞാൻ പറയുകയാണ്, ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി. പക്ഷേ എന്നിട്ടും പലരും ഒരു പക്ഷേ ഞങ്ങൾ അറിയിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
ഹൃദയത്തിൻ്റെ അടിഭാഗത്ത് നിന്നുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ അതിനൊരു ക്ഷമ ചോദിക്കുന്നു. പിന്നെ മറ്റൊരു കരളലിയിക്കുന്ന ഒരു സംഭവം ഇന്നലെ കാണാൻ സാധിച്ചത്, നമ്മുടെ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട എൻ്റെ ഇളയപ്പ കുക്കങ്കൈ മുഹമ്മദ് സൂഫിയുടെ മകൻ്റെ, അദ്ദേഹത്തിൻ്റെ സൗദിയിലുള്ള മകൻ്റെ ഡിഗ്രി ഗ്രാജുവേഷൻ്റെ ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഉണ്ടായിരുന്ന ഉച്ചക്കത്തെ സമയത്താണ് അയാളെ മോൻ്റെ മെസ്സേജ് വരുന്നത്. അതായത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അതായത് നമ്മൾ ഇന്ന് കാണുന്നതിൽ ഏറ്റവും ദൃഢമായിട്ട് ആത്മാർത്ഥമായിട്ട് ആ കുടുംബ ബന്ധം സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതിൽ അറബി ഗോത്രക്കാർ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ആ മോൻ്റെ വികാരാതീതമായ ഒരു പ്രസംഗം ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു. ഉപ്പ, ഞാൻ ഇന്നലെ ഡിഗ്രീൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് എല്ലാവരും ഉപ്പാവും ഉമ്മാവും വന്ന് ആ ഒരു സെറിമണിയിലുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങോ ഇല്ല, അതായത് നിങ്ങൾക്ക് വരാനും പോവാനും സൗകര്യം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്നിട്ടും എൻ്റെ ഉപ്പ നിങ്ങോ എൻ്റെ സെറിമണിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനൊരു എത്തീമിനെ പോലെ, ആ വേർഡ് ആ മോൻ അത്ര സൂക്ഷ്മമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു എത്തീമിനെ പോലെ ഞാൻ അവാർഡ് വാങ്ങി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഉപ്പ. അപ്പോൾ അയാൾ മറുപടി കൊടുത്തു, മോനെ അത് നമ്മളെ കുടുംബമല്ലേ, അതിലും വലിയൊരു കുടുംബത്തിനെ ഞാൻ യോജിപ്പിക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിപ്പോയി, മറ്റൊന്നും. അതായത് ഒരു ക്ഷമ അദ്ദേഹത്തിൻ്റെ മകനോട് ഒരു ക്ഷമ പറഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ നോക്കിക്കാണുമ്പോൾ കൂടുതലായിട്ടും നമ്മുടെ പലരും ആദൂർ കുക്കങ്കൈ ഭാഗത്തുള്ള സൗദി നാഷണാലിറ്റിയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത്, വളരെ ആത്മാർത്ഥമായിട്ട് ഇതിന് ഇറങ്ങിയ നമ്മൾ ഇന്ന് ഈ കാണുന്ന ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. പലപ്പോഴും ഞാനൊക്കെ കോളേജിലുണ്ടായിരുന്ന ആ സമയത്ത് എൻ്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്ന പലരും ഇന്ന് പറയുന്നുണ്ട്, നമ്മളപ്പം മുത്തപ്പാൻ്റെ എല്ലാം മക്കളായിരുന്നു എന്നുള്ളത്. നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, നമുക്കൊരു അഡ്രസ്സ് ഉണ്ട്, എന്താണ് നമ്മുടെ ബാക്ക് എന്നുള്ളത്. അതേപോലെ തന്നെ പൗരത്വ ബില്ലും മറ്റു ഒരുപാട് നിയമത്തിൻ്റെ പുതിയ നൂലാമാലകൾ വരുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റും, ഞങ്ങൾക്ക് ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇന്ത്യൻ ആണ് എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഒരു ശക്തമായ എവിഡൻസ് നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളതാണ് കാര്യം. 922 അതിനു മുമ്പുമൊക്കെയുള്ള ചെമ്പ് തളികയിൽ എഴുതിയ ആധാരങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലെ പലരുടെ കൈകളിലായിട്ടുണ്ട്. അപ്പോൾ അതിലപ്പുറത്ത് മറ്റൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ഇന്ത്യനാണെന്ന് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിയമം വരുന്നു എന്ന് പറയപ്പെടുന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നതെന്നുള്ളൂ. ഒരു കാലഘട്ടത്തിലും നമുക്ക് അതിനെ ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ ശക്തമായിട്ട് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം എന്ന് പറയാം ഈ കുടുംബത്തിന്. അതിനുള്ള എവിഡൻസ്, ശക്തമായ എവിഡൻസ് നമ്മളെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏത് തരത്തിലും നമ്മുടെ ആ പ്രൗഢിയും പ്രതാപവും ഇന്നും നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പുതിയ കാലത്തിലേക്ക് കൈമാറിക്കൊടുക്കുമ്പോൾ, ഇന്ന് പുതിയ കാലത്തിലേക്ക് അത് കൈമാറി വരുമ്പോൾ ആ ഒരു പ്രതാപവും പ്രൗഢിയും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വല്യപ്പന്മാർ വേട്ടയാടിയും കൃഷി നടത്തിയും പലതരത്തിൽ ബുദ്ധിമുട്ടിയും കഷ്ടപ്പാട് ചോര നീരാക്കി മണ്ണിനോട് കഷ്ടപ്പെട്ട് മണ്ണിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി പടുത്തുയർത്തിയ ആ ഒരു കുടുംബ കെട്ടുറപ്പ് എന്ന് പറയുമ്പോൾ ആ തലമുറയിൽപ്പെട്ട ഇന്ന് പലരും നമ്മുടെ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട്. സൗദി നാഷണാലിറ്റിയിലുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വിവിധ തലങ്ങളിലുണ്ട്, പ്രത്യേക രാഷ്ട്രീയങ്ങളിലുണ്ട്, സംഘടനകളിലുണ്ട്. അതൊക്കെ ഉള്ളത് മുൻനിരയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ കൈവർത്തു കാണിച്ചാൽ തന്നെ പലരും ഇന്ന് അഭ്യസ്ത വിദ്യരായിട്ടുള്ള പലരും നമ്മുടെ കുടുംബത്തിലുള്ള വൈറ്റ് കോളർ ജോബിന് ഉടമകളാണ് എന്നുള്ളതാണ്. അതൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല. നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ പൈതൃകത്തിൻ്റെ ആ ലെഗസിയുടെ അവർ കൊണ്ട കഷ്ടപ്പാട്, അവരുണ്ടാക്കിയെടുത്ത ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതെന്നുള്ളത്. ആ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ ആ വല്യപ്പമാരുണ്ടാക്കിയ ആ ത്യാഗം, അവർ കൊണ്ട മഴ, അവർ കൊണ്ട വെയിൽ, അതിൻ്റെയൊക്കെ ബലം ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ വളരെ ശക്തമായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആ വല്യപ്പന്മാരെ, നമ്മുടെ പ്രായം മുതിർന്ന അവരെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ പലപ്പോഴും കണ്ടുപോകുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മരണം സംഭവിച്ചാൽ
പ്രത്യേകിച്ച് ഇപ്പോൾ പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ അറിയുന്നുണ്ട്, ഇതാ ഇന്ന ഭാഗത്ത് ഒരു മരണം സംഭവിച്ചു. അപ്പോൾ എന്ത് ചെയ്ത് വൈകുന്നേരം തന്നെ നമ്മൾ ആ മരിച്ച പുരയിൽ പോയിട്ട് ദൂരെ ഒന്ന് എത്തി നോക്കി, ആ മയ്യത്തിനൊന്ന് എത്തി നോക്കി ഒരു ഫാത്തിയ വിളിച്ചു പോയി. അങ്ങനെയല്ല നമ്മൾ ആത്മാർത്ഥമായി ഇനിയെങ്കിലും ചിന്തിച്ച് ചെയ്യേണ്ടത്. മരണം സംഭവിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും തിരക്കുണ്ടെങ്കിലും ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് അവരുടെ ആ മയ്യത്ത് മറമാടുന്ന സമയം ഏതാണോ അവർക്ക് വേണ്ടി അവസാനമായി നിസ്കരിക്കാൻ വേണ്ടി, ഒരു മയ്യത്ത് ജനാസ നിസ്കാരം കൊടുക്കാൻ വേണ്ടി നമ്മൾ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ആത്മാർത്ഥമായി നമ്മളെ കുടുംബത്തിന് വേണ്ടി, നമ്മളെ വല്യപ്പമാർക്ക്, നമ്മളെ മുതിർന്നവർക്ക് വേണ്ടി മയ്യത്ത് മുമ്പിൽ വെച്ച് ഒരു ദുആ നമ്മൾ ചെയ്യുന്നതിൻ്റെ അത്രയും പ്രതിഫലം മറ്റൊരാളിൽ നിന്നും കിട്ടൂല. ശമ്പളം കൊടുത്ത് നിർത്തുന്ന ഒരാളിലുണ്ടാവുന്ന ആത്മാർത്ഥതയേക്കാൾ കൂടുതൽ ചങ്ക് പൊട്ടി നമ്മൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആത്മാർത്ഥമായ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ രക്ഷപ്പെട്ടു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പം അതുപോലെ തന്നെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഈ ഒരു കാലഘട്ടത്തിൽ മൂല്യത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും എൻ്റെ വാക്കുകൾ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ തലമുറയിൽപ്പെട്ട ഈ ഒരു പുതിയ ജനറേഷനോട് നമുക്ക് പറയാനുള്ളത്, നമ്മളെ വല്യപ്പമാർ കെട്ടിപ്പടുത്തുയർത്തിയ വലിയൊരു പ്രസ്ഥാനമുണ്ട്, ആ കുടുംബത്തിൻ്റെ പ്രതാപമുണ്ട്, ആ കുടുംബത്തിൻ്റെ മഹിമയുണ്ട്. അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിലേക്ക് ഭംഗം വരാതെ പുതിയ തലമുറയിൽ എന്തൊക്കെ നീതിക്കും ന്യായത്തിനും സമൂഹത്തിനും പ്രസ്ഥാനത്തിനും സന്തോഷത്തിലും സങ്കടത്തിലും സമാധാനത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാത്തിലും നമുക്ക് കൂടെ നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഈ ഒരു ഏവന്തൂർ ലെഗസിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സഹകരിച്ച് മുമ്പിലോട്ടും നിൽക്കണം എന്നുള്ളത് ഒരു ആത്മാർത്ഥമായ ഒരു റിക്വസ്റ്റാണ്. കാര്യം നമ്മളിൽ ഇപ്പോൾ പ്രായമായിട്ടുള്ള ഒരുപാട് പേര് ഇന്ന് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അവരൊക്കെ നാളെ, ഇന്നത്തെ ഈ ഒരു പരിപാടി കഴിഞ്ഞ് നാളെ നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിൽ ആയിപ്പോവാതെ അവരെ പല പരിപാടികളിലും കഴിയുന്നതും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ സന്ദർശിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് സഹകരിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ പ്രായത്തിൻ്റെ ആ ഒരു കുറവുകളും അവർക്ക് കാണിച്ചു കൊടുക്കാതെ മനസ്സിലേക്ക് തട്ടിക്കാതെ നമ്മൾ കൂടെ കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ വിജയിച്ചു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.